എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല, രസമുണ്ട് കേട്ടോ. നമ്മൾ റോഡിൻ്റെ സൈഡിലേക്ക് പലപ്പോഴും ഞാൻ വണ്ടി ഇറക്കാനായിട്ട് മനസ്സ് തയ്യാറല്ലായിരുന്നു. എവിടുന്നെങ്കിലും ഒരു സൂചി പഞ്ചർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് അവർ തന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഓവർടേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടിയല്ല. എവിടെയൊക്കെയോ വണ്ടി മീൻ വാങ്ങാനും പാല് മേടിക്കാനും, ഒരുപക്ഷെ ഇനി അല്പം മാറിയാണ് ടോയ്ലറ്റ് എങ്കിൽ നമ്മൾ ഹിമാലയത്തിലേക്ക് അവിടെ പോവുള്ളൂ. കാലക്കെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ എങ്കിലും നമ്മളിത് ഓടിക്കും. ബുള്ളറ്റ് എന്നും ബുള്ളറ്റ് തന്നെ കേട്ടോ. ഇതിൻ്റെ ഒരു സൗന്ദര്യവും ഇതുമേലുള്ള ഒരു ഇരിപ്പും ഒക്കെ ഭയങ്കര. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അരുണാണ് സംസാരിക്കുന്നത്. ഇത്തവണ നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ കളർ സ്പോക്ക് വീലുകൾ കിട്ടി എന്നുള്ളതിനെക്കുറിച്ചാണ്. 2024 ജനുവരിയിൽ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ കമ്പനി നമ്മളോട് പറഞ്ഞിരുന്നൊരു കാര്യം, ഇതിൻ്റെ ട്യൂബ്ലെസ് സ്പോക്ക് വീലുകൾ വരുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വാക്ക് തന്നിരുന്നു. എന്നാൽ പിന്നീട് ആ കാര്യങ്ങൾ നമ്മൾ തന്നെ മറന്നുപോയി. കാരണം ഈ ഒരു സ്പോക്ക് വീലുകൾ പിന്നീട് വരുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ന്യൂസും ഒന്നും തന്നെ കണ്ടില്ല. അങ്ങനെ നമ്മൾ മറന്നു തുടങ്ങിയ സമയത്താണ് റോയൽ എൻഫീൽഡ് അവരുടെ വാക്ക് പാലിച്ചുകൊണ്ട് ട്യൂബ്ലെസ് സ്പോക്ക് വീലുകൾ നമുക്ക് തരുന്നത്. അങ്ങനെ നമ്മുടെ ഹിമാലയൻ ഗോൾഡൻ സ്പോക്ക് വീലൊക്കെ വെച്ചിട്ട് എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല, രസമുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. നമ്മുടെ പഴയ ടയർ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. 13,000 കിലോമീറ്റർ ഓടിയ ടയറാണ് ഈ കിടക്കുന്നത്. ഇതിന് കമ്പനി ആദ്യം ഇറങ്ങിയ സ്പോക്ക് വീലുകൾക്ക് മാറ്റ് ഫിനിഷ് ഇല്ലായിരുന്നു. ഇതിപ്പോൾ മാറ്റ് ഫിനിഷിൻ്റെയാണ്. നേരത്തെ ഗ്ലോസ് ടൈപ്പാണ്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഒരു രസമുണ്ട്. ഇന്നലെ കൊടുത്ത വണ്ടിയാണ്. അവർ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കും തരാമെന്നാണ് പറഞ്ഞിരുന്നത്. കറക്റ്റ് സമയത്തിന് വണ്ടി കിട്ടി. നമ്മുടെ വൈറ്റിലയിലെ സർവീസ് സെൻ്ററാണിത്. ഈ ക്രോസ് സ്പോക്ക് വീൽസാണിത്. ഇതിൻ്റെ മുട്ടുകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം വണ്ടിക്കൊരു തെറിപ്പുണ്ട്. എനിക്ക് ആ ബ്ലാക്ക് ഹിമാലയൻ കാണുമ്പോഴത്തേക്കും ഈ ഒരു ഗോൾഡ് കളറായിരുന്നു അതിൻ്റെ ഒരു അടിച്ച് നിൽക്കുന്നൊരു സാധനം എന്ന് പറയണത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വൈറ്റ് വണ്ടിക്കും ഈ ഒരു ഗോൾഡൻ കളർ ഇടാനുള്ള കാരണം. എങ്ങനെയുണ്ട് നമ്മുടെ? അയ്യോ, ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോയി ഇനി? ആണോ? നമ്മുടെ റിമ്മിന് കോട്ടൊന്നും വന്നിട്ടില്ല അല്ലേ? അതെ, നമ്മളങ്ങ് ഒന്നാമത്തെ കാര്യം അതങ്ങ് കയറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം ഇത് എന്നാ ചെയ്യുന്നു? വെറുതെ വേസ്റ്റായ. ഓക്കെ, അപ്പം നാളെ രാവിലെ ഞാൻ വന്ന് കൊണ്ടുപോകാം. നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ? ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ, നമ്മൾ അവസാനമായി ഒരു ട്രിപ്പ് പോയത് കുമളി, കമ്പം, തേനി, മധുര, ഡിണ്ടുഗൽ, പൊള്ളാച്ചി, പളനി, ആ ഒരു റൂട്ട് വഴി ഒരു നൈറ്റ് ഡ്രൈവ് ആയിരുന്നത്. ആ ഒരു യാത്രയിൽ മുഴുവനും വളരെ പേടിച്ചായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ റോഡിൻ്റെ സൈഡിലേക്ക് പലപ്പോഴും ഞാൻ വണ്ടി ഇറക്കാനായിട്ട് മനസ്സ് തയ്യാറല്ലായിരുന്നു. എവിടുന്നെങ്കിലും ഒരു സൂചി പഞ്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി പണി പാളിയിരിക്കും. പിന്നെ വണ്ടി എവിടെയെങ്കിലും വച്ചിട്ട് അടുത്ത വണ്ടി പിടിച്ച് വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് എപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെയൊക്കെ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ ട്യൂബ്ലെസ് സ്പോക്ക് വീലുകൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു ഗോൾഡൻ കളറാണ്. ഈ ഒരു കളറ് വണ്ടിക്ക് വൈറ്റിന് കമ്പനി ഇറക്കിയിരിക്കുന്നത് ബ്ലാക്കിന് ഈ ഗോൾഡ് കളറായിരുന്നു. എങ്കിൽ ആ ഒരു ബ്ലാക്ക് ബൈക്ക് കാണുമ്പോഴത്തേക്കും അതിനൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നത് ഈ ഒരു ഗോൾഡ് കളറുള്ള റിമ്മുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ വണ്ടിക്കും ഒരു ഗോൾഡ് കളറ് റിമ്മ് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്യൂബ്ലെസ് സ്പോക്ക് വീലുകൾക്ക് ഗോൾഡ് കളറുള്ളതും
ആ ഒരു സാധനം നമുക്ക് വാങ്ങിച്ചിടാം എന്ന് വിചാരിച്ച് നമ്മുടെ ഈ വൈറ്റ് വണ്ടിക്ക് ഈ ഗോൾഡൻ കളർ ഇട്ടത്. ഈ ഒരു ട്യൂബ്ലെസ് സ്പോക്ക് വീലുകൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയുടെ ടയറിൻ്റെ വീതിയൊക്കെ കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇനി അത് ഫുൾ നല്ലപോലെ കാറ്റടിച്ച് വെച്ചിട്ടാണോന്ന് അറിയില്ല. കുറച്ചും കൂടെ ടയർ ഒന്ന് വിരിഞ്ഞ പോലെ, പ്രത്യേകിച്ചും ബാക്കിലത്തെ ടയർ. പിന്നെ അതിൻ്റെ ഒരു എഡ്ജൊക്കെ കാണാൻ നല്ല രസമാണ്. റിമ്മിൽ നിന്നും ആ ഒരു കമ്പികളൊക്കെ എഡ്ജിലേക്ക് വന്നിട്ട് ഓരോ മൊട്ട് പോലെ വളരെ രസമായിട്ട് തോന്നി. ഇംഗ്ലീഷുകാർ യാത്ര ചെയ്യുന്നതും ഈ ഓഫ് റോഡിൽ കൂടെ പോകുന്ന വണ്ടികൾക്കൊക്കെ ഈ ട്യൂബ്ലെസ് സ്പോക്ക് വീലുകൾ, അതും ഈ റിമ്മിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ട് കമ്പികൾ മുട്ടിട്ട് എഡ്ജിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് കാണുമ്പം മനസ്സിന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ഇതുപോലെയുള്ളൊരു വീല് നമ്മുടെ വണ്ടിക്കും എന്നാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു വീലിട്ടിട്ട് ഒരു യാത്ര പോവുക. കാരണം ആ ഒരു വീല് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അപ്പം കുറേ കാലമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇത് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകിച്ചും ഈ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു വീലൊക്കെ കുറച്ചും കൂടി വീതി വന്നിട്ടുണ്ട് ഇപ്പം. അപ്പം ആ ഒരു മുന്നിലേക്കുള്ള ഒരു നോട്ടം കുറച്ചുകൂടി രസകരമായിട്ടുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഈ ടയർ ഇനിയൊന്ന് മാറിക്കഴിഞ്ഞാൽ, കുറച്ചും കൂടെ കട്ടയുള്ള ടയറുകൾ വന്നു കഴിഞ്ഞാൽ വെടിക്കെട്ടായിരിക്കും. ഇതും നമ്മൾ വൈറ്റ് ലൈനിലെ ഷോറൂമിൽ തന്നെയാണ് കൊടുത്തത്. ഇന്ന് കൊടുത്തു നാളെ കിട്ടി, ആ ഒരു രീതിയിലാണ് നമുക്ക് വണ്ടി തന്നത്. ആക്ച്വലി അവരുടെ കയ്യിൽ ഈ ടയർ അഴിക്കുന്ന സാമഗ്രികൾ, എന്താ പറയുക, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അവർ തൊട്ടടുത്തുള്ള MRFൻ്റെ ടയർ ഷോപ്പിൽ കൊടുത്തിട്ടാണ് അവരത് ചെയ്തതെന്ന്. അതുകൊണ്ടാണ് 2 ദിവസത്തെ സമയം അവരെടുത്തത്. പിന്നെ ഇത് കിട്ടിയപ്പോഴത്തേക്കും നമുക്കവർ തന്ന ഒരു റേറ്റ് എന്ന് പറയണത് 1200 രൂപയാണ് അവർ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളോട് വാങ്ങിച്ച ഫീസ്. അതുകൂടാണ്ട് പുറത്ത് കൊടുത്ത് ചെയ്യിച്ചു എന്ന് പറഞ്ഞു ഒരു 200 രൂപ കൂടി നമ്മളോട് അഡീഷണൽ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തന്നു. നമ്മളിത് പുറത്ത് കൊടുത്ത് ഞാൻ ചെയ്യിക്കട്ടെ എന്ന് അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ ഡിസ്കൊക്കെ മാറ്റണം, പിന്നെ ഫ്രണ്ടിലെ ഷോക്കർ, അത് ഈ ഫ്രണ്ട് ടയറൊക്കെ ഊരുമ്പോഴത്തേക്കും ഈ ഷോക്കർ താന്നു പോകും. അപ്പോൾ അത് അറിയാവുന്നവർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പുറത്ത് കൊടുത്ത് ചെയ്യിക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവർ തന്നെ ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകിച്ചും അതിൻ്റെ ടൂൾസുകളും കൃത്യമായിട്ട് അതിൻ്റേതായ ടൂൾസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ലൈഫ് കുറച്ചും കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ തന്നെ ചെയ്യിക്കാമെന്ന്. അങ്ങനെ അവർ ചെയ്തു തന്നു. നിലവിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ ഈ സീറ്റിലൊക്കെ കരിമ്പം കയറിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കളറ് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ചെളികൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഓരോ ചെളികളും ഇതിൻ്റെ ഈ ചെറിയ ഗ്യാപ്പിൽ കുത്തായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇതിന് മുകളിലൊരു കവർ അടിച്ചു കിട്ടണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സമയം കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഇതിനൊരു കർവ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണിത് ഒരു സീറ്റ് കവർ അടിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇതിന് എത്രത്തോളം സൂട്ടാകുമെന്നുള്ളൊരു സംശയമുണ്ട്. ഇതിൻ്റെ മെയിൻ കരിമ്പനൊക്കെ കയറാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, മഴയത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ റെയിൻ കോട്ട് എടുത്തിട്ട് ഈ എൻജിൻ്റെ ചൂട് കൊണ്ട് ഉണങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഓഫീസിൽ പോകാറാകുമ്പം റെഡിയായിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കോട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇടുമായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഈർപ്പം നിന്നിട്ടാവണം ഈ ഒരു ഭാഗത്ത് കരിമ്പൻ കയറിയേക്കണത്. പക്ഷെ പിറകിലുള്ള ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് അതിലും കരിമ്പൻ ഉണ്ടെന്നാണ് തോന്നുന്നത്, അതോ ചെടിയാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും നല്ലപോലെ ഉണ്ട്. ഇത് നമ്മൾ ഒരു കഴുക്കൊന്നും കഴുകി കഴിഞ്ഞാൽ അത് മാറുന്നതല്ല, എന്തെങ്കിലും വല്ല കെമിക്കലൊക്കെ ഇട്ട് കഴുകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്പോക്ക് വീലിൻ്റെ റേറ്റുകളൊക്കെ ഏറെക്കുറെ ഹിമാലയൻ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അവർക്കാണല്ലോ ഇത് മേടിക്കേണ്ട ആവശ്യകതയും. ഇനി അല്ലാത്തവർ ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയേണ്ടവർ കമൻറ്റ് ഇട്ടാൽ മതി. ഒരു കാര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നൈട്രൈറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ അതിനകത്തൊരു കാര്യം ഞാൻ വിട്ടുപോയി. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലൊക്കെ യാത്ര പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോഴത്തേക്കും വെളുപ്പിനെ പോവുക, ഒരു 5 മണി ആകുമ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം വൈകിട്ട് ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കെങ്കിലും അത് അവസാനിപ്പിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അനുഭവമാണ്, നമ്മൾ ഈ യാത്ര പോകുമ്പോഴത്തേക്കും നൈറ്റ്, അതായത് ഒരു വൈകുന്നേര സമയങ്ങളിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമായിരിക്കും. നമ്മൾ എത്ര ഓടിച്ചാലും അതങ്ങ് മടുക്കുകയില്ല. എത്ര കിലോമീറ്റർ വേണമെങ്കിലും, റോഡും കൂടെ നല്ലതാണെങ്കിലും നമ്മളങ്ങ് ഓടിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ യാത്ര പോയ സമയത്ത് സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു
ഒരു റൂം എടുത്ത് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് കഴിയുമ്പോൾ, അതായത് ഹൈവേ ആണല്ലോ പോണത്, അപ്പം ഒരു സ്ഥലത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടൗണിൽ ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് റൂം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം വീണ്ടും ഈ ഒരു ടൗൺ എത്തിക്കഴിയുമ്പോൾ വിചാരിക്കും കുറച്ചും കൂടെ ഓടിക്കാം എന്ന് വിചാരിച്ച് നമ്മളങ്ങ് ഓടിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, പിറ്റേ ദിവസം നമ്മൾ രാവിലെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു പ്രഷർ, ചിലപ്പോൾ ഒരു പക്ഷേ പ്രഷറിൻ്റെ ആകാതിരിക്കാം, നമുക്ക് വണ്ടി ഓടിക്കുമ്പം നമ്മൾ ഒരു ഓവർടേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടിയല്ല, എവിടെയൊക്കെയോ വണ്ടി പാളുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടാവും. അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ആ ഉറക്കമൊക്കെ കൃത്യമായിട്ട് ഉറങ്ങിയിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. ഞാൻ ഈ കുമളി, ഡിണ്ടുഗൽ, മധുര ആ ട്രിപ്പിലൊക്കെ എനിക്ക് രാവിലെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ചും ഈ രാത്രി കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രക്കുകൾ ഇറങ്ങുന്ന ടൈമാണല്ലോ. അപ്പോൾ ഈ ട്രക്കിനെ നമ്മൾ ഓവർടേക്ക് കയറി ആണ് അങ്ങോട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവ് നമുക്ക് പലപ്പോഴും തോന്നും, വണ്ടി ഇതിൻ്റെ അടിയിലേക്ക് പോകുമെന്ന്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ നമ്മൾ നല്ലപോലെ ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ട് വേണം യാത്ര പോകാനായിട്ട്. നമ്മളെ ഈ എയറൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, പ്രത്യേകിച്ചും 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 ആഴ്ചയോ കൂടുമ്പോൾ. ഹിമാലയത്തിനാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും, 2 ആഴ്ച കൂടുമ്പം ഈ ഫ്രണ്ടിലത്തെ എയർ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി എൻ്റെ വണ്ടിക്കുള്ള പ്രശ്നമാണോ എന്നറിയില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ എയർ നമ്മൾ 26 ആണ് അടിക്കുന്നത്, അപ്പോൾ അതൊരു 18-ലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴൊരു പ്രശ്നം, നമുക്ക് വണ്ടി നീങ്ങാത്ത പോലെ തോന്നാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു എയർ ഈ ടയറിന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഓരോ സർവീസ് കഴിയുമ്പോഴേ ഞാനിങ്ങനെ വണ്ടി നോക്കും, മൊത്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ വല്ല പോറലോ സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ നോക്കും. കാരണം എനിക്ക് ടെൻഷനാണ് ഒരാളുടെ കയ്യിലേക്ക് വണ്ടി കൊടുക്കുക എന്ന് പറയുന്നത്. അയാൾ വണ്ടി ഓടിക്കുന്നതിൽ എനിക്ക് സന്തോഷമൊക്കെയാണ്, പക്ഷേ വണ്ടി കൊണ്ടുപോയിട്ട് തിരിച്ച് തരുന്നവരെ ഭയങ്കര ഒരു ടെൻഷനാണ്. നമ്മൾ അതുപോലെ ഇതിനെ സ്നേഹിക്കണത്, നമ്മുടെ ചങ്കെന്നൊക്കെ പറയല്ലേ, അതുപോലെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്കൊരു ഹോണ്ട ഉണ്ട്, നിങ്ങൾക്കറിയാലോ, അതൊക്കെ നമ്മൾ പൊന്നു പോലെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. ഇടയ്ക്ക് ഞാനതൊന്ന് കൊടുക്കാനായിട്ട് ശ്രമം നടത്തി, പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അത് കൊടുത്താൽ ശരിയാവില്ലെന്ന്. കാരണം അത്രത്തോളം നമ്മളതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കൊടുക്കാൻ പോകുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അത് കൊടുക്കണില്ല. ഇത് നമ്മൾ വിചാരിക്കുന്ന റേറ്റൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്ക് കാർ ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ബൈക്ക് ഓടിക്കുന്നതിനാണ്. ബൈക്കിലാകുമ്പോൾ നമ്മൾ കുറേ കൂടി തുറന്നിരിക്കുകയാണ്. ഏത് സ്ഥലത്ത് നിന്നാലും നമുക്ക് പെട്ടെന്ന് നിർത്തി അങ്ങോട്ട് ഇറങ്ങാനും കാഴ്ചകൾ കുറേ കൂടി വൈഡായിട്ട് കാണാനും ഒക്കെ സാധിക്കുന്നൊരു യാത്രയെന്ന് പറയുന്നത് ബൈക്കിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ ഡെയിലി കാർ ഓടിച്ച് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ശരിക്കും അതും മടുപ്പിക്കും. അപ്പോൾ ബൈക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾക്കൊരു കമൻ്റായിട്ട് കിട്ടിയിരുന്നു, ചേട്ടാ മീൻ വാങ്ങാനും പാല് മേടിക്കാനും വേണ്ടിയല്ല ഹിമാലയൻ ഉണ്ടാക്കി വച്ചേക്കുന്നതെന്ന്. ആക്ച്വലി നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി നമ്മൾ മീൻ വാങ്ങാനും പാല് മേടിക്കാനും, ഒരുപക്ഷെ ഇനി അല്പം മാറിയാണ് ടോയ്ലറ്റ് എങ്കിൽ നമ്മൾ ഹിമാലയത്തിലെ അവിടെ പോവുള്ളൂ. കാരണം അത് വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് അത് അറിയാം, അതിൻ്റെ ആ ഒരു ഡെപ്ത് എന്താണെന്നുള്ളത്. സത്യത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും നമ്മളിതിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. നിങ്ങൾക്കറിയാം, രാത്രിയിലൊക്കെ ചില സമയങ്ങളിൽ 2-2:30 സമയങ്ങളിലൊക്കെ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് പോയിരിക്കുന്ന ഈ 2 വണ്ടികളുടെ അടുത്താണ്. അവിടെ ഇരുന്നിട്ട് ചിലപ്പം തൂത്ത് തുടച്ച് അതുമേലൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ച്, നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജീവിതത്തിൽ എന്തിനോടെങ്കിലൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ, മനുഷ്യരെക്കാൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനോടാണെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ല് വേറെയാണ്. കാരണം അവർ തിരിച്ച് സ്നേഹിക്കാതെ അല്ലെങ്കിൽ അവരുടെ സ്നേഹം പ്രതീക്ഷിക്കാണ്ട് നമുക്ക് എപ്പോഴും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മുതലാണ്. വണ്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ അറിയാം, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. എനിക്ക് ഈ വണ്ടി ഇങ്ങനെ വച്ചിട്ട് തള്ളാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ചിലപ്പോഴൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തള്ളാറുണ്ട്. കാരണം ഇതിൻ്റെ ഒരു വെയിറ്റ് തള്ളാൻ നല്ല രസമാണ്.
അപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ സൈഡ് കൊണ്ടിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ തള്ളും. ഒരു നിമിഷം ഞാനിതൊന്നേ ഓടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് ഓടിപ്പോകുമ്പം കാണാൻ എത്രത്തോളം രസമുണ്ടെന്നൊന്ന് നോക്കിയോ കേട്ടോ. കാലക്കെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ എങ്കിലും നമ്മളിത് ഓടിക്കും. നോക്കിയോ, രണ്ട് പേര് കയറിയിരുന്നാലേ, രണ്ട് പേരിരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കാല് പതിപ്പിച്ച് വയ്ക്കാൻ പറ്റും. കാരണം ഈ വെയിറ്റ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് താഴും, അന്നേരം നമുക്ക് സുഖമായിട്ട് കാല് നിലത്തെത്തും. അല്ലെങ്കിൽ കുറച്ച് ഒരു കാലിൻ്റെ ഒരു ഇത്തിരി തുമ്പൊക്കെ ഉണ്ടുള്ളൂ. പക്ഷേ ഞാനത് വെച്ച് ഓടിക്കും. ആദ്യം നമ്മൾ ഒരു മാസത്തേക്കൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്തി കാല് കുത്താനായിട്ടൊരു ലേശം ലേറ്റായി കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞു പോകണ പോലെയൊക്കെ തോന്നുമായിരുന്നു. പിന്നെ അതൊക്കെ ഈസിയായി. അതുകൊണ്ട് ഹിമാലയൻ്റെ വെയിറ്റ് പ്രതീക്ഷിച്ച് ഹിമാലയൻ്റെ വെയിറ്റ് പേടിച്ചിട്ട് വണ്ടി എടുക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് എടുക്കാം. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടാണ്. ഈ റിമ്മിൻ്റെ അഭിപ്രായം ചോദിക്കാനായിട്ട് വന്നതാണ് അവൻ്റെ അടുത്ത്. അപ്പോൾ അവൻ എന്നോട് പറയുമായിരുന്നു, ഇനി പറഞ്ഞിട്ട് വരണ്ട, ഒരു 10 പുഷപ്പ് എടുത്തിട്ട് നിൽക്കായിരുന്നു. നാൻ വന്നു. ഈ പുള്ളി ഇത് കൊടുത്തിട്ട് നീ ഏതാണ്ട് എടുക്കാൻ പോകണം, മിറ്റിയോർ 350 എടുക്കാനുള്ള പ്ലാനുണ്ട്. അപ്പം ആ വണ്ടിയുള്ളവർ ആ വണ്ടിയുടെ ഒരു അഭിപ്രായം ഒന്ന് പറയുമോ? നല്ലതാണോ ചീത്തതാണോ, എടുത്താൽ എങ്ങനെയുണ്ട് എന്നൊക്കെ. നീ അതല്ലേ പ്ലാൻ? വേറെ എന്തെങ്കിലും മിറ്റിയോർ അല്ലാണ്ട് സെയിം കളർ, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ അത് CB 350 ഞാൻ പറയുള്ളൂ. എങ്കിലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഈ മിറ്റിയോറിൻ്റെ ഒരു റൈഡിങ് പൊസിഷനൊക്കെ ഭയങ്കര രസമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. ഈ വണ്ടിയെ ഞാൻ എപ്പോഴും പറയും, വണ്ടി സൂക്ഷിക്കാത്ത ഒരാളാണ്. എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് മറ്റേ കാക്ക അപ്പിടുന്ന ഏതാണ് കൂടുതൽ സ്ഥലം അവിടെ തന്നെ കൊണ്ട് വെച്ചിട്ട് പോകും. ഒരു ടെൻഷനും ഇല്ല. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ വണ്ടി എവിടെയെങ്കിലും ഒരിടത്ത് വയ്ക്കണത് പോലും വച്ചിട്ട് പോകണ പോലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അത് തിരിച്ച് വന്ന് വണ്ടി എടുക്കുന്നവരെ ഇങ്ങനെ മനസ്സിൽ ആദ്യമാണ്. ഇവൻ അങ്ങനെയുള്ള യാതൊരുവിധ ആദ്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ കയ്യിൽ ഇരിക്കും. ഫുൾ കരിമനാന്ന് തോന്നുന്നു. ഇതെന്താ കരിമനാണ്? ഞാൻ നന്നായിട്ട് വേർക്കുന്ന ആളാണ്. അപ്പം വേർക്കണത് നിന്റെ വേർപ്പ് മുഴുവനും വണ്ടിയിലാണ്. നിനക്ക് വേർപ്പിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധ്വാനിക്കുന്നവനായതുകൊണ്ട് ഇത് ഇവിടെ അതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. ആ സാധനം ഉറച്ചു കഴിഞ്ഞാൽ പോകും. ചെയ്യണം അടുത്ത ദിവസം. ഇവിടെ ഒരു സ്റ്റിക്കർ നേരത്തെ ഇവിടെ ഒരു റബ്ബറിന്റെ ഇതിന് ഈ മോഡലിന് അതില്ല. ഈ ലെറ്റർ വരുന്ന കാരണം ഇത് അങ്ങനത്തെ ഒരു മോഡലാണ്. പ്രൊഡക്ഷൻ നമ്പറൊക്കെ. നിനക്ക് വണ്ടി എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. പക്ഷേ ഇത് പഴയ ഇതാണ്. പുതിയ J സീരീസ് എഞ്ചിനാകുമ്പോൾ നല്ല എഞ്ചിൻ മാറ്റി പിടിക്കാനുള്ള ഒരു പ്ലാൻ. അതെ. പണി കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും കടന്നു കൊണ്ടുവന്നുണ്ടോ? ഇല്ല. ഇത് ട്യൂബ്ലെസ് ആണോ? അല്ലല്ല, ട്യൂബ്. ഇത് ട്യൂബാണ്. പഞ്ചർ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മാറിയതും. പഞ്ചർ കിട്ടിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പഞ്ചറൊക്കെ വന്നിട്ടുണ്ടല്ലോ ആണല്ലേ. ബുള്ളറ്റ് എന്നും ബുള്ളറ്റ് തന്നെ കേട്ടോ. ഇതിന്റെ ഒരു സൗന്ദര്യവും ഇതുമേലുള്ള ഒരു ഇരിപ്പും ഒക്കെ ഭയങ്കര. CB 350 ഒരു 10% എനിക്ക് മനസ്സുള്ളൂ. പല നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലിയെ സംബന്ധിച്ച് പല പ്ലസ് പോയിന്റ്സ് അതിനുണ്ട്. എന്നാൽ പോലും എനിക്ക് കൂടുതൽ ആ ബുള്ളറ്റിന്റെ ആ ഒരു കംഫർട്ട്, മൈൻഡ്, ആ ഒരു പ്രസൻസും റോഡ് പ്രസൻസും അത് ഓടിക്കുമ്പോൾ ഉള്ള ഫീലും അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് സത്യമായി. ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരു സംഗതി മിസ്സാവുന്നുണ്ട്. മൊത്തം ഒരു ഇരുമ്പ് മയമാണത്. നമുക്ക് ആ ഒരു പവറും എന്താ പറയാ, ഒരു റിയൽ മെറ്റൽ ആ ഒരു ഫീല് ശരിക്കും ചെയ്യും. എന്തായാലും ബുള്ളറ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവർ എന്നെങ്കിലും അത് വാങ്ങിച്ചേ പറ്റുള്ളൂ അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്യൂബും ആ റിമ്മും ഒക്കെ നമ്മൾ ഷോറൂമിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടിയായിട്ട് പോയിട്ട് വേണം അത് എടുത്തുകൊണ്ട് വരാൻ. അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്, ഉച്ചയായി.
അങ്ങനെ നമ്മൾ വൈറ്റില റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്, അല്ല സർവീസ് സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. സാധനങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് സാധനങ്ങൾ. നല്ല വെയിറ്റ് ഉണ്ട്. അല്ല, ഇത് ട്യൂബ്ലെസ് അല്ല, ട്യൂബ്ലെസ് ആണ്. അപ്പൊ ഡിസ്ക് മാറണല്ലേ? അതെ അതെ. ജയ് ശ്രീറാം. എടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ.